ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദാണ് സന്ദീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കേസിൽ വ്യാഴാഴ്ച ശിക്ഷ വിധിക്കും. മെയ് 10 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെത്തിച്ച പൂയപ്പള്ളി സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായ സന്ദീപ് ചികിത്സാമുറിയിലുണ്ടായിരുന്ന വന്ദനയെ കത്രിക ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. 11ഓളം കുത്തേറ്റ വന്ദന ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പ്രതിയായ സന്ദീപ് നിലവിൽ ജയിലിലാണ്. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കിയിരുന്നു. പ്രതിക്ക് മാനസിക രോഗമുണ്ടെന്ന വാദം നിലനിൽക്കില്ലെന്നും ജയിലിലെ ലൈബ്രറിയിൽ നിന്നും സൈക്യാട്രി പുസ്തകം വായിച്ചു പഠിച്ച ആളാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിയാണ് ഈ കേസിലെ പ്രതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. വെളുപ്പിനെ 4 മണിക്ക് സ്വന്തം ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, തനിക്ക് മുമ്പിൽ വന്ന ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ തന്നെ ആ പേഷ്യന്റ് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അപൂർവങ്ങളായി എത്തേണ്ടതാണ്, അല്ലെങ്കിൽ കണക്കൂട്ടേണ്ടതാണ് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷനുള്ളത്. വിധി വന്ന ശേഷം പ്രതികരിക്കാമെന്ന് വന്ദനയുടെ കുടുംബം. ജഡ്ജ്മെന്റ് ആയില്ലല്ലോ, നമ്മൾ കയറി അതിൻ്റെ അകത്ത് കയറി കോടതിയുടെ കയ്യിലിരിക്കുന്ന ഇപ്പം 17-ാം തീയതി മറ്റന്നാള്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സത്യസന്ധമായി കേസ് അന്വേഷിച്ചെന്നും പ്രതിയുടെ മാനസിക നില പരിശോധിക്കുക എന്നതായിരുന്നു ആദ്യത്തെ കടമ്പയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ജോസ് പ്രതികരിച്ചു. പ്രത്യേകിച്ചൊരു മോട്ടീവ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ഒരു പ്രതി കൊലപ്പെടുത്തുമ്പോൾ അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുക എന്ന് വളരെ ശ്രമകരമായിരുന്നു. കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥ നിലയ്ക്ക് എന്നെ ചുമതലപ്പെടുത്തി എൻ്റെ മേലുദ്യോഗസ്ഥർ എന്നിൽ അർപ്പിച്ച വിശ്വാസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിൻ്റെ വളരെ ശ്രമകരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. ന്യൂസ് മലയാളം, കൊല്ലം.